സുഹൃത്തുക്കളെ, അനുമോൾ എന്ന് പറയുന്ന നടിയുണ്ട്. നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന ആ ഒരു കോമഡി ഷോയിലത്തെ അനുമോളല്ല കേട്ടോ. ഇത് നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ഒരു സ്ത്രീയാണ്. അവരെ ഞാൻ പറയുന്നത് അത്രയൊന്നും നമ്മുടെ മലയാള സിനിമ തീരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവരെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടില്ല. മലയാള സിനിമയിൽ അങ്ങനെ ഉപയോഗിക്കാതെ പോകുന്ന ഒരുപാട് നല്ല നടിമാരൊക്കെ ഉണ്ടാവും. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഒരുപാട് സിനിമകളൊക്കെ ദുൽഖർ സൽമാൻ സിനിമകളൊക്കെ ഈ ഒരു നടി അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇവര് മെയിൻ സ്ട്രീമിലേക്ക് സിനിമകളിലേക്ക് വരാത്തതെന്നൊക്കെ ഒരു വലിയ സംശയമൊക്കെ ഉണ്ടാവാറുണ്ട്. എൻ്റെ പേഴ്സണൽ ഇഷ്ടങ്ങളിലുള്ള ഒരു നടി കൂടിയാണ്. നന്നായിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് തന്നെ അവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തൊക്കെയായാലും അനുമോൾ എന്ന് പറയുന്ന ഈ ഒരു നടിയുടെ 3-4 സിനിമകൾ ഇപ്പൊ അടുപ്പിച്ച് OTT വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം, ഈ സിനിമകൾ നമ്മൾ തിയേറ്ററിൽ പലതും കണ്ടിട്ടില്ല. തിയേറ്ററിൽ കാണാത്ത പോയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വന്നാലും ഈ സിനിമകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണം. അതിഗംഭീരമായിട്ടുള്ള ചില പെർഫോമൻസുകളൊക്കെ ഉള്ളൊരു സിനിമ ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കൂടുതലായിട്ട് ആദ്യം തന്നെ പറയാൻ തോന്നുന്നത്. നമ്മുടെ ഇവരെ പത്മിനി എന്ന് പറയുന്ന ഒരു സിനിമയാണ്. പത്മിനി നമ്മുടെ കേരളത്തിലെ ഒരു അതിഗംഭീര ആർട്ടിസ്റ്റ് ആയിരുന്നു, ചിത്രവരക്കാരിയായിരുന്നു. TK പത്മിനി എന്ന് പറയും. ആ ഒരു TK പത്മിനിയുടെ ഒരു ജീവിത കഥയാണ് നമ്മുടെ പത്മിനി എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ ഉള്ളത്. അതിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ഈ അനുമോളാണ്. 1940 മുതൽ 1969 വരെയുള്ള ഒരു 29 വർഷക്കാലത്തെ പത്മിനി എന്ന് പറയുന്ന ആ ഒരു ഗംഭീര ആർട്ടിസ്റ്റിന്റെ ഒരു ജീവിത കഥയാണ് ഈ ഒരു സിനിമയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു റിയലി ടച്ചിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ലൈഫ് ടച്ചിങ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് പത്മിനി എന്ന് പറയേണ്ടി വരും. ഇത് കേരളത്തിലെയും മദ്രാസിലെയും ജീവിതങ്ങളൊക്കെ ഇടകലർന്നിട്ടാണ് ഈ ഒരു കഥ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് 2 Men എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ഗൾഫ് പശ്ചാത്തലത്തിൽ ഒരുക്കിയ ആദ്യത്തെ ഒരു റോഡ് മൂവിയാണ്. ഈ ഒരു സിനിമ കൂടി നമ്മുടെ OTT എത്തിയിട്ടുണ്ട്. കാണാൻ കഴിയുന്നവരും ഞാൻ നിർബന്ധപൂർവ്വം കാണുക അല്ലെങ്കിൽ കാണുമെന്ന് പറയുന്ന ഒരു സിനിമകളിൽ ഒന്ന്, അത് നമ്മുടെ എന്തു വന്നാലും അത് 2 Men അല്ല, അതിനു മുമ്പ് എനിക്ക് പത്മിനി എന്ന് പറയുന്ന സിനിമയായിരിക്കും. അതിനുശേഷം നിങ്ങൾ തീർച്ചയായിട്ടും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സിനിമയാ ലവേഴ്സ് ഒക്കെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സിനിമ ഉടലാൾ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് അബു വളയങ്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയൊക്കെ ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്നല്ല കേട്ടോ ഞാൻ ആ സിനിമ കാണുമെന്ന് പറയുന്നത്, ഇത് ഈ ഒരു നടി ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് പറയാം. ഒപ്പം തന്നെ അതിഗംഭീരമായിട്ട് മേക്ക് ചെയ്തൊരു സിനിമ കൂടിയാണ് ഉടലാൾ എന്ന് പറയുന്നത്. ഗുളിക എന്ന് പറയുന്ന ഒരു ആദിവാസി ട്രാൻസ്ജെൻഡർ യുവാവിന്റെ ഒരു ചെറുപ്പക്കാരന്റെ കഥ പറയുന്ന സിനിമയാണ് ഉടലാൾ എന്ന് പറയുന്നത്. റാണി എന്ന് പറയുന്ന ഒരു 4ാമത്തെ സിനിമ കൂടി ഇവരേതായിട്ട് നമ്മുടെ മുമ്പിലേക്ക്. നമ്മുടെ ശങ്കർ രാമകൃഷ്ണന്റെ സിനിമയാണ്. ശങ്കർ രാമകൃഷ്ണൻ നിങ്ങൾക്ക് അറിയുന്ന ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ ഈ സിനിമയിൽ ഭാവനയും ഹണി റോസും ഊർവേശിയും അനുമോളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും ചേർന്ന ഒരു സിനിമയാണ് റാണി എന്ന് പറയുന്നത്. ആ ഒരു സിനിമ കൂടി നിങ്ങൾ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നീട് ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്ന ഇനി ഇറങ്ങുന്ന ഒരു തമിഴ് വെബ് സീരീസ് ആണ്. ഒരു മെഡിക്കൽ പശ്ചാത്തലത്തൊക്കെയാണ് ഈ ഒരു വെബ് സീരീസ് ഇറങ്ങുന്നത്. ഇങ്ങനെ ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ പത്മിനി ആയാലും 2 Men ആയാലും ഉടലാൾ എന്ന് പറയുന്ന സിനിമയായാലും റാണി ആയാലും ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്ന ആ ഒരു സീരീസ് ആയാലും ഞാൻ പറയുന്നത് ഈ സിനിമ പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നിങ്ങൾ പത്മിനിയെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കാം, ഉടലാൾ എന്ന് പറയുന്ന സിനിമയും കേട്ടിട്ടുണ്ടായിരിക്കാം. അതല്ലാത്ത മറ്റു സിനിമകളും നിങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഇത്തരം സിനിമകളൊക്കെ ഒരു സമാന്തരമായിട്ട് നമ്മുടെ മലയാള സിനിമയിൽ ഇങ്ങനെ ചെയ്തു വെച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതിലൊക്കെ ഇത്തരം സിനിമകളൊക്കെയാണ് നമ്മുടെ ഈ അനുമോൾ എന്ന് പറയുന്ന ഈ നടി തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ഇവർ തേടിയെത്തുന്നത് എന്ന് പറയേണ്ടി വരും. എന്തൊക്കെയായാലും രണ്ട് കാര്യമായാലും നമ്മുടെ അനുമോൾ എന്ന് പറയുന്ന നടി ആ ഒരു സിനിമകളിലെല്ലാം അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കൂടി കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. എൻ്റെ പേഴ്സണൽ ഇഷ്ടത്തിലാണെങ്കിലും അല്ലെങ്കിലും ഈ സിനിമകളെല്ലാം നല്ലതായതുകൊണ്ട് നിങ്ങൾ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ OTT ഈ ഒരു സിനിമകളൊക്കെ റിലീസായിട്ടുണ്ട്. ഞാനിങ്ങനെ OTT ഇറങ്ങാൻ പോകുന്ന സിനിമകളെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയാറില്ല. പക്ഷേ ഈ ഒരു സിനിമകളൊക്കെ പറയണമെന്ന് തോന്നിപ്പോയി. കാരണം OTT വന്നിട്ടും അത് മിസ്സായി പോകരുത് എന്ന തോന്നലിന് ഭാഗമായിട്ടാണ്. OTT വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾക്ക് കുറേ സമയം കളഞ്ഞ് ടാക്കീസിലൊന്ന് പോയിട്ട് അത്ര സമയത്ത് മുഴുവൻ ഇരുന്ന് കാണേണ്ട. നിങ്ങളുടെ സമയത്തിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ആ സിനിമ കണ്ടു തീർത്താൽ മതി എന്നുള്ള ഒരുപാട് പോസിബിലിറ്റീസ് അതിന് ഒപ്പം ഉള്ളതുകൊണ്ട് കൂടിയാണ് ഈ സിനിമകൾ നിങ്ങൾ കാണണമെന്നുള്ള ഒരു ആവശ്യവുമായിട്ട് ഞാൻ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ കണ്ടതിന് ശേഷം കഴിയുമെങ്കിൽ ഉടലാളത്തെ കുറിച്ചിട്ടും പത്മിനി എന്ന് പറഞ്ഞ ആ സിനിമയെ കുറിച്ചിട്ടൊക്കെ ഒന്ന് എഴുതാൻ ശ്രമിക്കുക. നമ്മുടെ കേരളത്തിലെ മറ്റും പല മേഖലയിലും പ്രസിദ്ധരായിട്ടുള്ള ഒരുപാട് ആളുകളൊക്കെയാണ് ഈ പത്മിനിയുടെയും ഉടലാളത്തിൻ്റെയൊക്കെ പുറകിലുള്ളത്. കാണാൻ ശ്രമിക്കൂ. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ട് ഒന്ന് എഴുതാൻ ശ്രമിക്കുക. ബൈ.